ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. അമിത്ഷാ, ഞങ്ങളുടെ കൊച്ചു കേരളം ജനസംഖ്യയിലും വലിപ്പത്തിലുമൊക്കെ ചെറുത് തന്നെയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു തീ കൊടുത്തു കഴിഞ്ഞാൽ ആ തീ ഇന്ത്യ ഒട്ടാകെ ആളി പടർന്നു പിടിക്കും. അതാണ് ഞങ്ങൾ കേരളീയരുടെ ഒരു പ്രത്യേകത. പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിക്കാൻ കേരളത്തിലേക്ക് വരേണ്ട എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റ സ്വരത്തിൽ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വാശിയാണ്. എന്നെ സ്വീകരിക്കാൻ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും തയ്യാറാകുമെന്നുള്ള ഒരു വിശ്വാസം. നിങ്ങളുടെ റാലിയിൽ കേരളത്തിലെ മതേതരത്വ വിശ്വാസികൾ നിങ്ങൾ പറയുന്ന കള്ളത്തെ ഭയന്ന്, അങ്ങനെ വേണം പറയാൻ, അങ്ങനെ നിങ്ങളുടെ റാലിയിൽ പങ്കെടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട് അമിത്ഷാ, കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നിങ്ങൾ 15-ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 35 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വലിയ മതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ മതിൽ കെട്ടിയിരിക്കുന്നത് കല്ലുകൾ കൊണ്ട്, സിമന്റ് തേച്ചുകൊണ്ടല്ല, മറിച്ച് മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും തകർക്കാൻ പറ്റാത്ത ഒരു മതിലായിരിക്കും അത്. ആ മതിൽ പണിത കാര്യസ്ഥൻ അല്ലെങ്കിൽ മേസ്തിരിമാർ എന്ന് പറയുന്നത് കേരളത്തിലെ ചുണക്കുട്ടികളായിട്ടുള്ള യൂത്ത് ലീഗുകാരായിരിക്കും. ആ മതിൽ അങ്ങനെയൊന്നും പെട്ടെന്ന് തകർന്നു വീഴുകയും ചെയ്യില്ല. യൂത്ത് ലീഗിന് ശക്തി പകരാൻ പെൺകുട്ടികളടങ്ങുന്ന, സ്ത്രീകളടങ്ങുന്ന കേരളത്തിലെ മതേതര രാഷ്ട്രീയ പാർട്ടികളിലെ എല്ലാ പ്രതിനിധികളും ആ മതിലിൽ മതം, ജാതി, രാഷ്ട്രീയം വ്യത്യാസമില്ലാതെ കൈപിടിച്ച് യൂത്ത് ലീഗിൻ്റെ ആ വൻമതിലിൽ പങ്കുചേരുമ്പോൾ അമിത്ഷാ, നിങ്ങൾ തിരിച്ചറിയും, പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കേരളത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ട് കാര്യമില്ല. ഇവിടെയുള്ളവർക്ക് എന്താണ് ഇന്ത്യ എന്നറിയാം, എന്താണ് ഇന്ത്യയുടെ ചരിത്രം എന്നറിയാം, ആരൊക്കെയാണ് ഇന്ത്യയെ ഇന്നു കാണുന്ന ഇന്ത്യയാക്കി മാറ്റിയത് എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം. കാരണം ചരിത്രം പഠിച്ചിട്ടും അത് മറന്ന് പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ വന്നവരെ പോലെയല്ല അവരുള്ളത്. പഠിച്ച ചരിത്രമാണ് അവരുടെ ആയുധം. ആ ചരിത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരൊറ്റ സ്വരത്തിൽ വിളിച്ചു പറയും, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും പാഴ്സിയും ജൈനനും ബുദ്ധനും ഈ രാജ്യത്ത് തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഒറ്റ സ്വരത്തിൽ വിളിച്ചു പറയും ജയ് ഹിന്ദ് എന്ന്. അതൊരിക്കലും ഒരു അമിത്ഷയ്ക്കും തകർക്കാൻ വേണ്ടി സാധിക്കുകയില്ല. യൂത്ത് ലീഗിൻ്റെ ബ്ലാക്ക് വാൾ വരുമ്പോൾ അമിത്ഷാ, നിങ്ങൾ പിന്തിരിഞ്ഞോടേണ്ടി വരും. നിങ്ങൾ നടത്തുന്ന മഹാറാലിയിൽ BJPയും RSSും അടങ്ങുന്ന പ്രവർത്തകരല്ലാതെ മറ്റൊരാളും ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യം നിങ്ങൾ കാണേണ്ടി വരും. യൂത്ത് ലീഗിൻ്റെ ചുണക്കുട്ടികൾക്ക് 1000 അഭിവാദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.